മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ബാബു കൊച്ചുകുഞ്ഞ് ബഹ്റിൻ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഒരു ധ്യാനചിന്തയ്ക്കായിട്ട് ഒരു വേദവാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 1. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്നും കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് ഇവിടെ വായിച്ച് കേൾപ്പിക്കുവാൻ ഇടയായത്. അതിരാവിലെ സാധാരണ സ്ത്രീകൾ ഒരു കല്ലറയുടെ അടുക്കിലേക്ക് പോവുക എന്നുള്ളത് തികച്ചും അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. അത് ചിന്തിക്കുവാൻ നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നത് അതിന് വിപരീതമായി മഗ്ദലക്കാരത്തി മറിയ രാവിലെ തന്നെ യേശുവിൻ്റെ കല്ലറയുടെ അടുക്കിലേക്ക് പോകുന്നതായിട്ട് നാം ഇവിടെ കാണുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-1 അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കൽ എത്തിയെന്നും മത്തായിയുടെ സുവിശേഷം 28-1 മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയെന്നും മർക്കോസിൻ്റെ സുവിശേഷം 16-1 മഗ്ദലക്കാരി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് എന്ന് എഴുതിയിരിക്കുന്നു. ഇവരുടെ ഉദ്ദേശം യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധം പൂശുക എന്നുള്ളതായിരുന്നു. നാം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മർക്കോസിൽ ഈ സഹോദരിമാർ തമ്മിൽ പറയുന്നതും അവരുടെ ആകുല ചിന്തകൾ അവിടെ പറയുന്നതായിട്ട് നാം അവിടെ കാണുന്നുണ്ട്. നമുക്ക് വേണ്ടി ആര് ആ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി യേശുവിൻ്റെ ശരീരം കല്ലറയ്ക്കൽ കണ്ടില്ല എന്ന് നാം ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നാം യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് അതിൻ്റെ 20-2 അവൾ ഓടി ശീമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നിട്ട് കർത്താവിനെ കല്ലറയിൽ നിന്ന് അവർ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്നെനിക്കറിയില്ല എന്ന് അവരോട് പറയുന്ന ഒരു മറിയെ നാം കാണുന്നുണ്ട്. ആ ശിഷ്യന്മാർ ഓടി കല്ലറയ്ക്കലെത്തി കല്ലറയിൽ യേശുവിൻ്റെ ശരീരമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതായിട്ട് നാം ആ വേദവാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവർ അതിനുശേഷം അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് നാം വായിക്കുന്നു. എന്നാൽ നാം ഇതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 20-11 വായിക്കുന്നത് മറിയ കല്ലറയുടെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. കരയുന്നതിനിടയിൽ കല്ലറയിൽ അവൾ കുനിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ 2 ദൂതന്മാരെ അവൾ കാണുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നു. അതുമാത്രമല്ല അവൾ ഈ ദൂതന്മാരോട് സംസാരിക്കുന്നത് നാം കാണുന്നുണ്ട്. വാസ്തവത്തിൽ മറിയ അവരുടെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കുന്നോ എന്ന് നമുക്കറിയില്ല. കാരണം അവൾ അത് പറയുമ്പോൾ അതിൻ്റെ അടുത്ത വാക്യത്തിൽ അവൾ 14-ാം വാക്യം നാം വായിക്കുന്നു. അവൾ പിന്നോക്കം തിരിഞ്ഞു. അവിടെ യേശു നിൽക്കുന്നു, ആരോ നിൽക്കുന്നത് കണ്ടിട്ട് അത് യേശുവാണെന്ന് അവൾ അറിഞ്ഞില്ല. അത് തോട്ടക്കാരനെന്ന് വിചാരിച്ചിട്ട് അവൾ ആ തോട്ടക്കാരനോട് എന്ന നിലയിൽ യേശു ക്രിസ്തുവിനോട് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യജമാനനെ, നീ അവനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്ന് അവൾ കർത്താവിനോട് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. വാസ്തവത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ
ഈ മറിയയ്ക്ക് കർത്താവിനോടുള്ള സ്നേഹം അത് എത്രയോ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവൾ മരിച്ച് 3 ദിവസമായ ഒരു ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ ഇത്രമാത്രം താല്പര്യത്തോടുകൂടെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കർത്താവിനോടുള്ള അവളുടെ അമിതമായ സ്നേഹം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത്രയും അവൾ പറഞ്ഞപ്പോൾ കർത്താവ് അവളെ മറിയേ എന്ന് വിളിക്കുന്നതായിട്ട് നാം ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. അവൾക്ക് ആ വിളി പരിചിതമുള്ളതായിരുന്നു. ഉടനെ അവൾ തിരിച്ച് റബൂനി എന്ന് വിളിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഗുരു എന്ന് വിളിച്ച് അവൾ കർത്താവിനെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് നാം അവിടെ കാണുന്നുണ്ട്. അടുത്ത വാക്കിൽ നാം വായിക്കുന്നത്, യേശു അവളോട്, എന്നെ തടയരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ ഇതുവരെയും കയറിപ്പോയിട്ടില്ല, എങ്കിലും കർത്താവ് അവളെ വലിയൊരു ദൗത്യം അവിടെ ഏൽപ്പിക്കുന്നതായിട്ട് നാം ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഒന്ന്, അവളുടെ ജീവിതത്തിൽ അവൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആദ്യ പ്രത്യക്ഷത ഈ മറിയയ്ക്ക് ലഭിക്കുവാനിടയായി എന്നുള്ളത് എത്രയോ അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, അവളെ വലിയൊരു ദൗത്യവും കർത്താവ് ഏൽപ്പിക്കുന്നു. നീ കടന്നുപോയി എൻ്റെ ശിഷ്യന്മാരോട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വിവരം അവരെ അറിയിക്കുവാനായിട്ട് നാം ആ ഭാഗത്ത് അറിയിക്കുവാനുള്ള ദൗത്യവും കർത്താവ് അവളെ പരമേൽപ്പിക്കും. കർത്താവ് അവളോട് പറയുന്നത്, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ എൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്നുള്ള ഒരു ദൗത്യം യേശു ക്രിസ്തു മറിയെ ഏൽപ്പിച്ചു. ദൈവമക്കളെ, നാം ഈ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ മറിയയ്ക്ക് ഈ കർത്താവിനോടുള്ള സ്നേഹം എത്രയോ വലുതായിരുന്നു. നമ്മോടുള്ള ബന്ധത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ഓർക്കുവാൻ കഴിയുന്നത് നമ്മളെ സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹം എത്രയോ വലുത്. നാം യോഹന്നാൻ്റെ ലേഖനത്തിൽ വായിക്കുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ കർത്താവിനെ നമുക്ക് തന്ന ദൈവത്തെ നാം എത്ര സ്തുതിച്ചാലും നമ്മുടെ ജീവിതത്തിൽ മതിയാറില്ല. കാരണം നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. നാം നരക ശിക്ഷാവിധിക്ക് യോഗ്യരായിരുന്നു. എന്നേക്കും നാം നമ്മുടെ ജീവൻ 2ാം മരണത്തിലേക്ക് കടക്കേണ്ടവരായിരുന്നു. എന്നാൽ നരകവാതിക്കൽ നിന്ന് കർത്താവ് നമ്മളെ സ്നേഹിച്ച ആ സ്നേഹം എത്രയോ വലുത്. അത് ധ്യാനിക്കുമ്പോൾ നമുക്ക് മൗനമായിരിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് നമ്മുടെ നാവുകളെ ഉയർത്തി ഈ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങളെയും നീ സ്നേഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഇതിന് യോഗ്യതയുള്ളവരായിരുന്നില്ല, ഞങ്ങളെ കർത്താവ് ഇത്രത്തോളം സ്നേഹിച്ച സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ഉന്നതി വെടിഞ്ഞ് ഭൂമിയിലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു. കാൽവറി ക്രൂശിൽ മരിച്ചതിന് ശേഷം കർത്താവെ അങ്ങ് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന ആ മഹാപുരോഹിതനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശയും കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നിട്ടുണ്ട്. താമസമിന ഈ കർത്താവ് ഞങ്ങളെ ചേർക്കുവാൻ വരും. ആ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നുകൊണ്ട് ഈ പുത്രനെ നൽകി തന്ന ദൈവത്തെ നമുക്ക് വാസ്തവമായി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Mahottam